Hello, my dear students, my dear children. We are starting a new revision video. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയ്ക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാൻ നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ നമ്മൾ 5 വീഡിയോകളോളം ടീച്ചർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണണം. നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ റിവിഷൻ്റെ ഏറ്റവും ഒരു പ്രധാന ഭാഗത്തേക്ക് നമുക്ക് പോകാം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളും പരിചയപ്പെടുത്തുകയാണ്. ഈ ചോദ്യങ്ങളും ഇതിൻ്റെ ആൻസറും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളവ പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങളുടെ പരീക്ഷയെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമനിസം. ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമനിസം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നമ്മുടെ മാർക്കുകളുടെ പെർസെൻറ്റേജ് നോക്കിയാൽ ഏറ്റവും ഹൈ പെർസെൻറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമനിസം. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. Elucidate the role of Renaissance in making historiography scientific. അപ്പോൾ ഒരു കാലത്ത് ഹിസ്റ്റോറിയോഗ്രഫി ആയിരുന്നു, അതായത് നാച്ചുറൽ അല്ലാത്ത ദൈവികമായ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, റിലിജന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒക്കെ ഉണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു ഈ ഹിസ്റ്റോറിയോഗ്രഫി. എന്നാൽ അത് കുറച്ച് സയൻറ്റിഫിക് ആയത് റെനേസൻസോട് കൂടിയാണ്. അപ്പോൾ ചോദ്യം എന്താണ്? Elucidate the role of Renaissance in making historiography scientific. During the Middle Ages, the prevailing notion was that historical events were divinely ordained. The course of history was governed by supernatural powers. This perspective lost its relevance. Instead, human-centered explanations and critical thinking gained significance in history. So, because of the arrival of Renaissance, what happened? History become more scientific, human-centered explanations. Okay, then critical thinking gained significance in history. Importance of archaeological evidence and relics. Scientific enquiry and studies replace stories and myth. അപ്പോൾ സ്റ്റോറീസും മിത്ത്സ് അല്ലേ, അതൊക്കെ മാറി ഒരു സയൻറ്റിഫിക് എൻക്വയറി ആൻഡ് സ്റ്റഡീസ് റീപ്ലേസ്ഡ് സ്റ്റോറീസ് ആൻഡ് മിത്ത്സ്. The contributions of Machiavelli to Renaissance historiography are noteworthy. അപ്പം ഈ റെനേസൻസിൻ്റെ വരവോടുകൂടി ഹിസ്റ്ററിയോഗ്രഫി കൂടുതൽ സയൻറ്റിഫിക്കായി മാറി. ക്രിട്ടിക്കൽ തിങ്കിങ് വന്നു, അതുപോലെ സയൻറ്റിഫിക് എൻക്വയറി, സ്റ്റഡീസ്, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ആർക്കിയോളജിക്കൽ എവിഡൻസ് ആൻഡ് റിലിക്സ്. ഇതൊക്കെയാണ് അതിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ വന്നതോടുകൂടി ഹിസ്റ്ററിയോഗ്രഫി എന്നുള്ള സംഭവം കൂടുതൽ സയൻറ്റിഫിക്കായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കുക. Then, second question, discuss the contributions made by Renaissance science to the progress of modern society. Renaissance science ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ചോദ്യമാണ് കേട്ടോ. Renaissance science അതിനെ സംബന്ധിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു മോഡൽ, അതായത് 1 വേർഡോ 2 മാർക്കോ 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. Contributions made by Renaissance science to the progress of modern society. Until the 16th century, the belief that the earth was the center of the universe prevailed. Galileo, who challenged negated the geocentric belief. അപ്പോൾ റെനേസൻസ് സയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ട ആളാണ് ഗലീലിയോ ഗലീലി. ഈ ജിയോസെൻട്രിക് എന്നുള്ള
ആ ഒരു കോൺസെപ്റ്റിനെ തന്നെ അദ്ദേഹം മാറ്റി. ഓക്കെ, ഹി ചലഞ്ച് ദ നെഗേറ്റഡ് ദ ജിയോസെൻട്രിക് ബിലീഫ്. എർത്ത് വാസ് ദ സെൻറ്റർ എന്നുള്ളതായിരുന്നു ഈ ഗലീലിയോയ്ക്ക് മുമ്പുള്ള ബിലീഫ്. അതല്ല, അതിനെ അദ്ദേഹം ചലഞ്ച് ചെയ്തു. റിമാർക്കബിൾ ട്രാൻസ്ഫോർമേഷൻ ടു പ്ലേസ് ഇൻ ദ ഫീൽഡ് ഓഫ് ആസ്ട്രോണമി. അടുത്തായിട്ട് പറയേണ്ടത് ആസ്ട്രോണമിയുടെ കാര്യമാണ്. ഇപ്പോൾ ഗലീലിയോ ഒക്കെ ആസ്ട്രോണമി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്ത ആളുകളാണ്, അല്ലേ, സയൻറ്റിസ്റ്റുകളാണ്. സയൻറ്റിസ്റ്റ് പുട്ട് ഫോർവേഡ് എ വ്യൂ ദാറ്റ് പ്ലാനറ്ററി മോഷൻസ് ആൻഡ് ആർ ഗവേൺഡ് ബൈ മെറ്റീരിയൽ ഫോഴ്സസ്. ദ ജിയോസെൻട്രിക് മോഡൽ ഓഫ് ടോളമി ചലഞ്ച് ബൈ കോപ്പർനിക്കസ് അടുത്തയാൾ, അടുത്ത സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. ജിയോസെൻട്രിക് മോഡൽ, ടോളമിയുടെ ജിയോസെൻട്രിക് മോഡലിനെ അദ്ദേഹം ചലഞ്ച് ചെയ്തു. കോപ്പർനിക്കസ് ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ദ എർത്ത് ആൻഡ് ദ അതർ പ്ലാനറ്റ്സ് റിവോൾവ് റൗണ്ട് ദ സൺ. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യം കൊണ്ടുവന്നത് കോപ്പർനിക്കസാണ്. അദ്ദേഹമാണ് പറഞ്ഞത് എർത്തും മറ്റു പ്ലാനറ്റ്സും സണ്ണിനെയാണ് റൗണ്ട് ചെയ്യുന്നത്, സണ്ണാണ് സെൻറ്റർ. ഗലീലിയോ ഗലീലി ആൻഡ് ജോൺസ് കെപ്ലർ എക്സ്പാൻഡഡ് ഇറ്റ്. ഗലീലിയോ ഗലീലിയും കെപ്ലറും ഒക്കെ ചേർന്ന് ഈ ഒരു സൺ സെൻറ്റേർഡ് ആ ഒരു കോൺസെപ്റ്റിനെ അവർ കൂടുതൽ എക്സ്പാൻഡ് ചെയ്തു. റെനൈസൻസ് ഓൾസോ വിറ്റ്നസ് സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ, പർട്ടിക്കുലർലി അനാട്ടമി. അപ്പോൾ അനാട്ടമിക്ക്, മെഡിസിന് കൂടുതൽ അഡ്വാൻസ്മെൻറ്റ് കിട്ടിയ ഒരു കാലമായിരുന്നു റെനൈസൻസ്. ഓക്കെ, ഡിസീസിനെ സംബന്ധിച്ചും ഒക്കെയുള്ള കൂടുതൽ ഡിസീസസും അതിൻ്റെ റെമഡീസും ഒക്കെ കണ്ടുപിടിക്കപ്പെട്ട കാലമാണ്. അതുപോലെയുള്ള വെർസലസ് അദ്ദേഹം അനാട്ടമിയെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ റെനേസൻസ് സയൻസ് നിങ്ങൾ പഠിച്ചോണം. റെനേസൻസ് സയൻസ് എഴുതുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും എഴുതേണ്ടത് റെനേസൻസ് സയൻസിൽ എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ആണ് പുതുതായിട്ട് വന്ന പുതിയ ഐഡിയാസ് എന്തൊക്കെയായിരുന്നു, അതാരാണ് കൊണ്ടുവന്നത്, അവരുടെ സയൻറ്റിസ്റ്റുകളുടെ പേര്, അതുപോലെ മറ്റ് ശാഖകളെ ആസ്ട്രോണമി, മെഡിസിൻ, അനാട്ടമി, അവരുടെ പേരുകൾ സഹിതം, ആ സയൻറ്റിസ്റ്റുകളുടെ പേര് സഹിതം, അവർ കൊണ്ടുവന്ന പുതിയ ഐഡിയ സഹിതം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് പോയിൻറ്റ്സ് കറക്റ്റ് ആകുന്നത്, നമുക്ക് ഫുൾ സ്കോർ കിട്ടുന്നത്. അപ്പോൾ റെനേസൻസും സയൻസും നമ്മൾ തീർച്ചയായിട്ടും പഠിക്കുക. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ വന്നേ. ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസം ബിക്കം ദ റീസൺ ഫോർ റെഫർമേഷൻ, ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം റെഫർമേഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനുള്ള കാര്യമാണ് നമ്മുടെ ഹ്യൂമനിസത്തിൽ. റെഫർമേഷൻ, മാർട്ടിൻ ലൂതറും അദ്ദേഹത്തിൻ്റെ റെഫർമേഷനും. അപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസമാണ് ഈ റെഫർമേഷൻ്റെ കാരണം, അതിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് ചോദിക്കുക. ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ റെനേസൻസ് എക്സ്റ്റെൻഡഡ് ടു ദ റെലം ഓഫ് റിലീജിയൻ. ഹ്യൂമനിസ്റ്റ് പ്രൊട്ടസ്റ്റ് against certain practices and belief within the church. One issue was the sale of indulgences, where the church would collect money. Tessel, a Dominican monk, arrived in Germany to promote the sale of indulgences. Martin Luther, a priest, pasted his famous 95 theses on the doors of the cathedral, Wittenberg Cathedral. This pivotal event marked the beginning of the Protestant Reformation. The universities of Germany played an important role. Leaders of Reformation: Zwingli, John Calvin in Switzerland, and King Henry VIII in England. ഇവരുടെയൊക്കെ പേര് സഹിതം എഴുതുക. ഓക്കെ, ആരൊക്കെയാണ് ഇത് നമുക്ക് മാച്ച് ചെയ്യാനും ഒക്കെ വരുന്നതാണ് ഈ റെഫർമേഷൻ ലീഡേഴ്സിൻ്റെ പേര്. സ്വിംഗ്ലി, കാൽവിൻ, കിങ് ഹെൻറി VIII ആൻഡ് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതറാണ് അതിൻ്റെ പൈനിയർ. അദ്ദേഹമാണ് ഈ സെയിൽ ഓഫ് ഇൻ്റലിജൻസസിനെ
അദ്ദേഹമാണ് അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഈ 95 തീസിസ് വിറ്റൻബർഗ് കത്തീഡ്രലിൻ്റെ ഡോറിൽ പേസ്റ്റ് ചെയ്തത്. അതായിരുന്നു ഈ റെഫർമേഷൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് മറ്റ് രാജ്യങ്ങളിലും അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ടായി. ഓക്കെ, സ്വിംഗ്ലി, കാൽവിൻ, ഹെൻറി എയ്ത്ത്. അപ്പോൾ റെഫർമേഷൻ ഒന്ന് പഠിച്ചോണം. ഓക്കെ, അപ്പോൾ റെനേസൻസ് ആൻഡ് സയൻസ്, റെഫർമേഷൻ, ദെൻ ഹിസ്റ്റോറിയോഗ്രാഫിയെ കൂടുതൽ സയൻറ്റിഫിക് ആക്കിയത് നമ്മുടെ റെനേസൻസ് ആണെന്നുള്ള അതിൻ്റെ ആ റോൾ ഓഫ് റെനേസൻസ് ഇൻ മേക്കിംഗ് ഹിസ്റ്റോറിയോഗ്രഫി മോർ സയൻറ്റിഫിക്. അടുത്ത 4th ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ദ കൗണ്ടർ റെഫർമേഷൻ വാസ് ബോത്ത് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദ റെഫർമേഷൻ ആൻഡ് ആൻ എഫേർട്ട് ടു റിഫോം ഇറ്റ് സെൽഫ്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദി ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ദ കാത്തലിക് ചർച്ച്. അപ്പോൾ കാത്തലിക് ചർച്ചിൻ്റെ അതിനുള്ളിൽ തന്നെ ഒരു ചേഞ്ചിന് വേണ്ടി കൊണ്ടുവന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു കൗണ്ടർ റെഫർമേഷൻ. കാത്തലിക് ചർച്ച് ഇറ്റ്സെൽഫ് എന്ത് ചെയ്തു? ഒരു റെഫർമേഷൻ കൊണ്ടുവന്നു, റീഫോം ചെയ്തു. അപ്പോൾ ഇഗ്നേഷ്യസ് ലയോള എന്ന കാത്തലിക് പ്രീസ്റ്റിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ അതിലുള്ള ഇടപെടലും ഒക്കെ നിങ്ങൾ എഴുതുക. അപ്പം റെഫർമേഷൻ പഠിക്കുമ്പോൾ കൗണ്ടർ റെഫർമേഷനും പഠിച്ചു വെക്കുക. റെഫർമേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഇൻ്റലിജൻസസ് ആയിരുന്നു. ദണ്ഡമോചന പദ്ധതിയുടെ വിതരണം, അതിലൂടെ പൈസ കളക്ട് ചെയ്യുക. അതിനെയാണ് മാർട്ടിൻ ലൂതർ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തത്. ഓക്കെ, കൗണ്ടർ റെഫർമേഷൻ്റെ ആളാരാണ്? കാത്തലിക് ചർച്ചിൽ തന്നെ നടന്നതാണ് കൗണ്ടർ റെഫർമേഷൻ. ഇഗ്നേഷ്യസ് ലയോള ആയിരുന്നു അതിൻ്റെ ലീഡർ. ഓക്കെ, ഫോളോയിങ് ദ റെഫർമേഷൻ ദ കാത്തലിക് ചർച്ച് ഇനീഷ്യേറ്റഡ് എഫേർട്സ് ടു റീഫോം ഇറ്റ്സെൽഫ്, എ മൂവ്മെൻറ്റ് നോൺ ആസ് കൗണ്ടർ റെഫർമേഷൻ. ദ ചർച്ച് ലീഡർഷിപ്പ് convinced the council, synod. It tried to correct erroneous tendencies within the church. അപ്പോൾ ഒരു സിനഡ് വിളിച്ചു കൂട്ടി. ഓക്കെ, അങ്ങനെ കൂടുതൽ അത് സ്വന്തമായിട്ട് ആസ് എ റിസൾട്ട് ദ സെയിൽ ഓഫ് ഇൻ്റലിജൻസസ് വാസ് ബാൻഡ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കൗണ്ടർ റെഫർമേഷൻ്റെ ഫലമായിട്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് കാത്തലിക് ചർച്ച് ഒരു തീരുമാനങ്ങൾ എടുത്തത്. ഒന്നാമത്തത് ദ സെയിൽ ഓഫ് ഇൻ്റലിജൻസസ് വാസ് ബാൻഡ്, അത് നിർത്തിവെച്ചു. എ ലിസ്റ്റ് ഓഫ് ബുക്സ് ദാറ്റ് മീൻസ് ഇൻഡെക്സ് വാസ് പബ്ലിഷ് ദാറ്റ് ഷുഡ് നോട്ട് ബി റീഡ് ബൈ ദ ബിലീവേഴ്സ്. അപ്പോൾ ഈ റെഫർമേഷൻ്റെ ഒക്കെ ലീഡേഴ്സ് എഴുതിയ ചില ബുക്കുകളുണ്ടായിരുന്നു. ആ ബുക്കുകളിൽ കാത്തലിക് ചർച്ചിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് അവർ എഴുതിയത്. അപ്പോൾ അങ്ങനെയുള്ള ബുക്കുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, അതാണ് ദ ഇൻഡെക്സ്. അത് ദ ഡിസൈപ്പിൾസ് ഓഫ് ദി ചർച്ച് ഷുഡ് നോട്ട് ബി റീഡ്. ആൻഡ് ദ കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ വാസ് റീഇൻസ്റ്റിറ്റ്യൂട്ടഡ്. ഒരു പുതിയ കോർട്ട് അവരുണ്ടാക്കി ചർച്ചിൻ്റെ ലീഡേഴ്സ്. അതിൻ്റെ പേരാണ് ദ കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ. അതെന്ത് ചെയ്തു? അവർ ഇങ്ങനെയുള്ള ഈ റെഫർമേഷൻ ലീഡേഴ്സിനെയൊക്കെ അവിടെ ട്രയൽ നടത്തുകയും അവരെ പണിഷ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ദ കൗണ്ടർ റെഫർമേഷൻ വാസ് ലെഡ് ബൈ ഇഗ്നേഷ്യസ് ലയോള, എ കാത്തലിക് പ്രീസ്റ്റ്. ഇറ്റ്സ് മെമ്പേഴ്സ് വെർ ബൗണ്ട് ടു ഒബ്സർവ് സ്ട്രിക്ട് ഡിസിപ്ലിൻസ് ആൻഡ് unquestioned obedience. The Society of Jesus, it was started by Ignatius Loyola for spreading counter reformation and for preaching. Its members bound to observe strict discipline and unquestioned obedience. They tried to establish the authority of the Catholic Church. They traveled everywhere and they preached the real beliefs of Catholic Church, and they tried to establish the authority of the Catholic Church. Counter Reformation succeeded in eliminating a number of wrong tendencies. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കൗണ്ടർ റെഫർമേഷൻ കാത്തലിക് ചർച്ചിലെ എ നമ്പർ ഓഫ് റോങ് ടെൻഡൻസീസിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു. It was successful to eliminate a number of bad practices, injustices,
Okay, a number of wrong tendencies within the Catholic Church. ഇതൊക്കെ എഴുതിക്കോണം. അപ്പോൾ റെഫർമേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കൗണ്ടർ റെഫർമേഷനും ഉണ്ടായത്. അനലൈസ് ദ സോഷ്യൽ സിസ്റ്റം ഇൻ 18th century ഫ്രാൻസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. 18th century ഫ്രാൻസിലെ ആ ഒരു സോഷ്യൽ സിസ്റ്റം എന്തായിരുന്നു? ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എഴുതുക. സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി, അവരുടെ സ്റ്റാറ്റസും അവരുടെ മറ്റു കാര്യങ്ങളും എഴുതുക. തേർഡ് എസ്റ്റേറ്റ് കോമൺ പീപ്പിൾ, മിഡിൽ ക്ലാസ്, അവരുടെ മറ്റ് ഫീച്ചേഴ്സൊക്കെ എഴുതുക. അപ്പോൾ അത് എളുപ്പമാണ് അല്ലേ? ഫ്രഞ്ച് സൊസൈറ്റി വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും, അങ്ങനെ അത് തരാം കേട്ടോ. അടുത്തത് 6th ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ദ റോൾ ഓഫ് തിങ്കേഴ്സ് ഇൻ ഇൻസ്പയറിംഗ് ദ പീപ്പിൾ ഓഫ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസ് എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ റെവല്യൂഷന് അവർക്ക് ഇൻസ്പിറേഷൻ കൊടുത്ത ആ ഒരു ഫിലോസഫേഴ്സ് അവർ വളരെ പ്രധാനപ്പെട്ടവരാണ്. വോൾട്ടയർ, റൂസോ, മോന്തസ്ക്യൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വോൾട്ടയർ, റൂസോ, മോന്തസ്ക്യൂ. വോൾട്ടയർ, philosopher, historian, artist and a philanthropist. He was not an atheist, criticized the clergy. He was expelled from France. അപ്പോൾ അദ്ദേഹം ക്ലർജിയാണ് കൂടുതലും അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തത്. ഏസ്തിറ്റ് അല്ലായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. വോൾട്ടയർ, അദ്ദേഹത്തിന് ദൈവവിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ക്ലർജിയെ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്തു. റൂസോ, അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദ സോഷ്യൽ കോൺട്രാക്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സിറ്റിസൺ ആൻഡ് ദ സ്റ്റേറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം. ഹിസ് ഐഡിയാസ് വാസ് ബേസ്ഡ് ഓൺ നാച്ചുറലിസം. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. റൂസോയുടെ വാക്കുകളാണ്. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻ. ഇതൊക്കെ നിങ്ങൾക്ക് വൺ വേർഡായിട്ടും ഒക്കെ ചോദിക്കാം. അതുപോലെ സോഷ്യൽ കോൺട്രാക്ട്. മോന്തസ്ക്യൂ എന്താണ് പറയുക? ഹീ ക്രിട്ടിസൈസ് ദ ഈവിൾസ് ഓഫ് ചർച്ച് ആൻഡ് ദ ടിറണി ഓഫ് ദ സ്റ്റേറ്റ്. അദ്ദേഹം രണ്ടു കൂട്ടരെയും ക്രിട്ടിസൈസ് ചെയ്തു. സ്റ്റേറ്റിനെയും ക്രിട്ടിസൈസ് ചെയ്തു, ചർച്ചിനെയും ക്രിട്ടിസൈസ് ചെയ്തു. അതാണ് മോണ്ടസ്ക്യൂ. ഹി അഡ്വക്കേറ്റഡ് ലിമിറ്റഡ് മൊണാർക്കി, സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവർ ഓഫ് ദ ഗവൺമെൻറ്. ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതുപോലെ ലെജിസ്ലേച്ചർ എന്നൊക്കെയുള്ള ആ ഒരു ഡിവിഷൻ കൊണ്ടുവന്നത് ഏറ്റവും ആദ്യമായിട്ട് അങ്ങനെ ഒരു ഐഡിയ വെച്ചത് മോന്തസ്ക്യൂ. ഓർത്തോണേ, മോന്തസ്ക്യൂവിൻ്റെ ഐഡിയ ആണ് ഈ ഗവൺമെൻറ്റിനെ തന്നെ 3 വിങ് ആക്കുക എന്നുള്ളത്. അവരുടെ അധികാരങ്ങളെ, അവരുടെ പവറിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് ലെജിസ്ലേച്ചറ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ആ ഒരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് മോന്തസ്ക്യൂ ആണ്. റൂസോ കൂടുതലും ഇൻഡിവിജ്വൽ ലിബർട്ടിക്ക് വേണ്ടി, ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് വേണ്ടിയൊക്കെയാണ് കൂടുതലും സംസാരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻസ്. ഓക്കെ, അടുത്തത് ജോൺ ലോക്ക്. ഹിസ് ഫേമസ് വർക്ക് 2 treatises of the government. He rejected the divine right of tyranny of the king. Turgot and Necker conceived many plans to improve the economic situation of the France. Turgot and Necker, ടർഗോട്ടിനെ നെക്കറിനെയൊക്കെ ഓർത്തോണേ, അവർ ഇക്കണോമിക് സിറ്റുവേഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതൽ ശ്രമിച്ചത്. ടർഗോട്ടും നെക്കറും. 7th question. It was the interest of the middle class that reflected in the reforms of Napoleon. അപ്പം നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിക്കുമ്പോൾ ഫ്രഞ്ച് സൊസൈറ്റി, അതുപോലെ തന്നെ ഫ്രഞ്ച് തിങ്കേഴ്സ്, ഫിലോസഫേഴ്സ്, ഇതൊക്കെ പോലെ പ്രധാനപ്പെട്ടതാണ്. ഈ റെവല്യൂഷന് ശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ നെപ്പോളിയൻ്റെ റീഫോംസ് എല്ലാം മിഡിൽ ക്ലാസിൻ്റെ ആ ഒരു അവരുടെ ഇൻട്രസ്റ്റുകൾക്ക് അനുകൂലമായിരുന്നു. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് നെപ്പോളിയൻ്റെ റീഫോംസ്. അദ്ദേഹത്തിൻ്റെ ലീഗൽ റീഫോംസും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റ് ചില പരിഷ്കാരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നെപ്പോളിയൻസ് കോഡ്
feudal laws were abolished and equality and religious freedom was recognized. അദ്ദേഹം ലാൻഡൊക്കെ സീസ് ചെയ്ത് അത് ലാൻഡ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ക്ലർജിക്ക് ഉണ്ടായിരുന്ന പ്രത്യേക അവകാശങ്ങളെല്ലാം അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു. നോബിൾസിനുണ്ടായിരുന്ന പ്രത്യേക അവകാശങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അവരുടെ ഭൂമി പിടിച്ചെടുത്ത് ഭൂമി ഇല്ലാത്തവർക്ക് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ എന്താണ് കാണിക്കുക? അദ്ദേഹം ഒരു കോഡ് കൊണ്ടുവന്നു, നെപ്പോളിയൻസ് കോഡ്. അപ്പോൾ ഫ്യൂഡലിസം തന്നെ അദ്ദേഹം അബോളിഷ് ചെയ്തു. ഓക്കെ, ഇക്വാളിറ്റി കൊണ്ടുവന്നു. അതൊക്കെ ആയിരുന്നല്ലോ പ്രധാനമായും മിഡിൽ ക്ലാസ് ആഗ്രഹിച്ചത്. ഇക്വാളിറ്റി, റിലീജിയസ് ഫ്രീഡം, പേഴ്സണൽ ഫ്രീഡം, ഈക്വാളിറ്റി, ഈക്വൽ സ്റ്റാറ്റസ്. എഗ്രിമെൻ്റ് വിത്ത് ദ പോപ്പ്, the freedom of the Catholic Church was restored. Other religious groups were also granted freedom. അപ്പോൾ അദ്ദേഹം പോപ്പുമായിട്ടൊരു എഗ്രിമെൻ്റ് വരികയും കാത്തലിക് ചർച്ചിൻ്റെ ഫ്രീഡത്തെ അദ്ദേഹം റീസ്റ്റോർ ചെയ്യുകയും ചെയ്തു. ഹീ റീസ്റ്റോർഡ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മിഡിൽ ക്ലാസിൻ്റെ ഒരു ആസ്പിരേഷൻസിനനുസരിച്ചായിരുന്നു. ദെൻ എഡ്യൂക്കേഷണൽ റീഫോം, സ്റ്റെപ്സ് ടു ടേക്കൺ to universities education. Degrees were colleges were established. A national university system called the University of France was established. State controlled the country's education. അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ റീഫോം ആയിരുന്നു, എഡ്യൂക്കേഷണൽ റീഫോംസ്. ദെൻ ഇക്കണോമിക് റീഫോംസ് എസ്റ്റാബ്ലിഷ് ദ ബാങ്ക് ഓഫ് ഫ്രാൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് എ യൂണിഫൈഡ് കറൻസി സിസ്റ്റം. Military reform, the army was recognized to several battalions. So, military reforms, economic reforms, educational reforms, then is legal reforms, etc., etc. All these are the reforms introduced by Napoleon in France. Examine the characteristics of the sociological imagination. ഇപ്പം നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ബ്രോഡൻസ് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്, തിങ്കിങ്, ക്വസ്റ്റ്യനിങ് നെഗറ്റീവ് സോഷ്യൽ നോംസ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ബോർഡൻ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്, എനേബിൾ സെൽഫ് റിഫ്ലക്ഷൻ, ഡെവലപ്പ് എംപതി ആൻഡ് ടോളറൻസ്, ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ്, ക്വസ്റ്റ്യനിങ് നെഗറ്റീവ് സോഷ്യൽ നോംസ്. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വളരെ നല്ല കാര്യമാണ് അല്ലേ? How common sense knowledge and